നമ്മൾ നേരത്തെ കണ്ട ആപ്ലിക്കേഷൻ ലെവൽ മോഡൽ, ബേസിക് മോഡൽ, അവിടെ നമ്മൾ എൽ സി എം കണ്ടെത്തുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ രീതിയാണ്. എന്നിട്ടാണ് ആൻസറിലേക്ക് എത്തിയത്. ശരിയാണല്ലോ. അവിടെ ഓപ്ഷൻ സോൾവിംഗ് മെത്തേഡ് ഉണ്ടാവുന്ന പറഞ്ഞു. ആ ഓപ്ഷൻ സോൾവിംഗിലേക്ക് നമ്മൾ ഇനി പോകാൻ പോകുന്നത്, നോർമലി ഓപ്ഷൻ സോൾവിംഗ് ചെയ്യുന്ന ഒത്തിരി പേര് ഉണ്ടായിരിക്കാമെന്ന് അറിയാം. പക്ഷെ അവിടെ ചെയ്യാൻ പോകുന്ന രീതിയിൽ ചെറിയ വ്യത്യാസം ഒരു പക്ഷേ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. സോ അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക. ചോദ്യം ഇതാണ്: 6, 8, 16 എന്നിവ ഏത് കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 2 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. സോ ബേസിക് ആശയം അറിയാമെങ്കിൽ മാത്രമേ ഓപ്ഷൻ സോൾവിംഗ് ചെയ്യാൻ സാധിക്കൂ. ബേസിക് ആശയം മനസ്സിൽ കൊണ്ടുവരണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എൽ സി എം എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ആപ്ലിക്കേഷൻ എന്ന് മനസ്സിലാവണം. ശിഷ്ടം 2 ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൽ സി എം കണ്ടെത്തിയിട്ട് 2 കൂട്ടണം. എൽ സി എം കണ്ടെത്തിയിട്ട് 2 കൂട്ടണം. ഇത് മനസ്സിലുണ്ടെങ്കിൽ ഓപ്ഷൻ വെച്ച് സോൾവ് ചെയ്യാം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എൽ സി എത്തിന്റെ കൂടെ 2 കൂട്ടിയ സംഖ്യയാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെയൊക്കെ എൽ സി എം എത്രയായിരിക്കും? ഈ ഓപ്ഷൻസ് വെച്ച് നോക്കിയാൽ 48 ആയിരുന്നു ആൻസർ എങ്കിൽ എൽ സി എം 46 വരണം. 46 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നതെങ്കിൽ ഈ ചോദ്യത്തിന്റെ എൽ സി എം 44 വരണം. 50 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നതെങ്കിൽ ഈ എൽ സി എം 48 വരണം. 96 ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 94 വരണം. മനസ്സിലായോ? എൽ സി എത്തിന്റെ കൂടെ 2 കൂട്ടി മീൻസ് സിസ്റ്റം കൂട്ടിയതാണ് ഓപ്ഷനിൽ കിടക്കുന്നത്. സോ ആ 2 കുറച്ചാൽ എന്ത് കിട്ടും? എൽ സി എം കിട്ടും. സോ നമ്മൾ എൽ സി എം വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടുന്ന് 2 കുറച്ചു, ഇവിടുന്ന് 2 കുറച്ചു, ഇവിടുന്ന് 2 കുറച്ചു, ഇവിടുന്ന് 2 കുറച്ചു. സോ ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ഇതിന്റെ എൽ സി എം. ഇനി എൽ സി എം കണ്ടുപിടിക്കാൻ പോകണമെന്നായിരിക്കും ചിന്തിക്കുന്നത്. അതിലേക്കൊന്നും പോകണ്ട. ഓപ്ഷൻസ് നോക്കി ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസ് ആയിരിക്കും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവുക. സോ 6, 8, 16. ഓക്കെ, 16 ആണ് 2ന്റെ ഹയസ്റ്റ് പവർ. ഇവിടെ നോക്കിയാൽ 16ന്റെ മൾട്ടിപ്പിൾ ഇത് നമ്മളൊന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ 8ന്റെ മൾട്ടിപ്പിൾ ഈ കിടക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവും. 6ന്റെ മൾട്ടിപ്പിൾ ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത് 6ൽ 2ഉം 3 ഉണ്ട്. സോ 3യുടെ മൾട്ടിപ്പിൾസ് നോക്കുക. അപ്പൊ തന്നെ ഇതും പോകുന്നുണ്ടാവും. സോ 48 ആണ് നമുക്ക് എൽ സി എം വരുന്നത്. സോ ആൻസർ ചെയ്തല്ലോ എന്റെ കറസ്പോണ്ടിങ് ഓപ്ഷൻ. കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ചോദ്യം കാണുമ്പോൾ ഇത് ഒന്നുകൂടി മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പൊ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് കേട്ട് നോക്കുക. ഓപ്ഷൻ സോൾവിംഗ് മനസ്സിലാക്കാൻ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം 24, 30 എന്നിവയിൽ ഏത് കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 5 ലഭിക്കുന്നത് ഏറ്റവും ചെറിയ സംഖ്യ. സോ ഓപ്ഷൻസ് കിടക്കുന്ന എന്താണ്? എൽ സി എം ലസാഗുവിന്റെ കൂടെ ഈ ശിഷ്ടം കൂട്ടിയ സംഖ്യ. സോ നമുക്ക് എൽ സി എം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്ഷൻസിൽ നിന്ന് ശിഷ്ടം കുറയ്ക്കണം. ഓപ്ഷൻസിൽ നിന്ന് ശിഷ്ടം കുറച്ചാൽ നമുക്ക് ഓരോ ഓപ്ഷൻ എടുത്ത് എഴുതി നോക്കാം. ഇത് 110 ആവും, ഇത് 120 ആവും, ഇത് 115 ആവും, ഇത് 125 ആവും. ഇനിയിപ്പോ ഈസി ആയിട്ട് ആൻസർ പറയാൻ സാധിക്കും. കാരണം 24, 30 വേറെ ഒന്നും ചെയ്യേണ്ട. എന്തായാലും 30 വന്നിരിക്കുന്നതുകൊണ്ട് ഉറപ്പിക്കാലോ. 10ന്റെ ഗുണിതങ്ങളായിട്ട് വേണമെങ്കിൽ കാണാം. അപ്പോൾ 0 ലാസ്റ്റ് വേണം. അങ്ങനെയുള്ള ഓപ്ഷൻസ് 2 ഉണ്ടല്ലേ, 120, 110. സോ 30ലും 24ലും ഒക്കെ 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ഈ 2 ഓപ്ഷനിലും 3ന്റെ മൾട്ടിപ്പിൾ ഏതുണ്ട്? ഡെഫിനറ്റ്ലി 120. അതിന്റെ കറസ്പോണ്ടിങ് ആയി നമ്മുടെ ആക്ച്വൽ ഓപ്ഷൻ ഏതാ? 125. ഓപ്ഷൻ സോൾവിംഗ് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇത് എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആവുക എന്ന് അറിയണമെങ്കിൽ തുടർന്നും കണ്ടോളുക. ഓപ്ഷൻ സോൾവിംഗ് വേണ്ടായിരുന്നു എന്ന് ചിന്തയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി കാണാൻ പോകുന്ന ചോദ്യം ശ്രദ്ധയോടെ നോക്കിക്കൊള്ളുക. ചോദ്യം 24, 30 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 ലഭിക്കുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. സോ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ അത് മനസ്സിൽ തോന്നാം. എൽ സി എം ആണോ അതോ വേറെ എന്തെങ്കിലും ആശയത്തിലേക്ക് പോകണോ? പക്ഷേ ചോദ്യം ഒന്ന് ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ മനസ്സിലാവും ഏത് ആശയമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാണ്. ഏറ്റവും വലിയ സംഖ്യയിലേക്ക് എത്തണമെങ്കിലും എന്ത് വേണം? നമുക്ക് പൊതുഗുണിതം വേണം അല്ലേ? സോ ഇവിടെ എൽ സി എം അല്ല, പക്ഷെ എൽ സി എത്തിന്റെ ഒരു മൾട്ടിപ്പിൾ, അതായത് ഒരു പൊതുഗുണിതം തന്നെ. ആരൊക്കെയാ? 24 30 ശിഷ്ടം 5 ലഭിക്കണം. സാധാരണ ഇതിൽ എന്താ ചെയ്യേണ്ടത്? ശിഷ്ടം 5 ലഭിക്കണം, എൽ സി എം കണ്ടുപിടിക്കുന്നു, അതിനോട് 5 കൂട്ടുന്നു, എൽ സി എത്തിനോട് 5 കൂട്ടുന്നു, നമുക്കറിയാം. പക്ഷെ ഇവിടെ എൽ സി എം കണ്ടുപിടിക്കാൻ പോയാൽ എൽ സി എം അല്ല, അതിനുശേഷമുള്ള പൊതുഗുണിതങ്ങൾ കണ്ടെത്തണോ? എങ്കിലല്ലേ ഇവിടെ 3 അക്ക സംഖ്യയിലേക്ക് എത്താൻ പറ്റും. സോ അങ്ങനെ കണ്ടുപിടിച്ച് പോകുമ്പോൾ കുറച്ച് സമയം എടുത്തെന്ന് വരാം. സോ നമ്മൾ സാധാരണ അപ്രോച്ച് വേണ്ടിയിട്ട് ഓപ്ഷൻ സോൾവിംഗ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് ആശയം അറിയണം. സോ നമ്മുടെ ഓപ്ഷൻസിൽ കിടക്കുന്ന സംഖ്യ ആൻസർ എങ്ങനത്തെയാ? ഏതോ ഒരു പൊതുഗുണിതം കൊണ്ട് അതിൻ്റെ കൂടെ 5 കൂട്ടിയത്, ശരിയല്ലേ? എൽ സി എം എടുക്കുന്നു, അതിന്റെ 5 കൂട്ടുന്നു, അപ്പോഴാണല്ലോ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഏതോ ഒരു പൊതുഗുണിതം, ലീസ്റ്റ് അല്ലാതെ ഉള്ളൂ, പൊതുഗുണിതം, അതിലൂടെ 5 കൂട്ടിയ സംഖ്യയാണ് ഈ ഓപ്ഷൻസിൽ കിടക്കുന്നത്. അതിന്റെ അർത്ഥം എൽ സി എം കിട്ടാൻ നേരത്തെ ചെയ്ത പോലെ 5 കുറയ്ക്കുക. ഇത് 955 ആവും, ഇത് 990 ആവും, ഇത് 950 ആവും, അടുത്ത 960 ആവും.
സോ ഇതിലേതോ നമ്മുടെ LCM ഉണ്ട്. ഇപ്പൊ ഈസി ആയിട്ട് പറയാൻ സാധിക്കും 2430 എന്തായാലും 0 വരും എന്ന് ഉറപ്പല്ലേ. സോ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ആണെന്ന് മനസ്സിലായി. ഇനി 2430 പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ ഓപ്ഷൻ പോയി. ഇനി ഇത് രണ്ടെണ്ണം ഉണ്ടല്ലേ, ഇതിൽ ഏതാണെന്ന് വീണ്ടും സംശയം ഉണ്ടെങ്കിൽ 24ൽ 8 ഉണ്ട്, പോട്ടെ 8 പോട്ടെ, 4ന്റെ മൾട്ടിപ്പിൾ എങ്കിലും ആണെന്ന് മനസ്സിൽ കൊണ്ടുവരാമല്ലോ. അത് നോക്കിയാൽ തന്നെ ഇവിടുന്ന് നമുക്ക് ഒരു ഓപ്ഷൻ കൂടി എലിമിനേറ്റ് ചെയ്യും. ഏതാ? ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തീർച്ചയായും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ ചിന്തിച്ചാലും നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ 8 നോക്കണേ എന്ത് ചെയ്യണം? ലാസ്റ്റ് 3 അക്കം ഡിവൈഡ് ചെയ്ത് നോക്കണം. 96 എന്നുള്ള 8ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയാമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇതാണ് ആൻസർ എന്ന് മനസ്സിലാവും. ഇതിന്റെ കറസ്പോണ്ടിങ് ഓപ്ഷൻ ഓപ്ഷൻ ഡി 965. ഓപ്ഷൻ സോൾവിങ്ങിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. സോ ഇതുപോലത്തെ ചോദ്യരൂപങ്ങൾ വന്നാൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സോൾവിങ്. അതുകൊണ്ട് ഓപ്ഷൻ സോൾവിങ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ചോദ്യം നമ്മൾ സാധാരണഗതിയിലുള്ള ചോദ്യത്തിൽ കണ്ടില്ലായിരുന്നു. കാരണം അവിടുത്തെ മെത്തേഡ് കുറച്ച് ലെങ്തി ആണ്. അതെന്തെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ സെഷനിൽ ലാസ്റ്റ് വരെ കാണുക. അവിടെ നമ്മൾ വേറിട്ടൊരു ചോദ്യരൂപം ചെയ്യുന്നുണ്ടാവും. അവിടെ കാണിക്കുന്നുണ്ടാവും ഇതുപോലത്തെ മോഡൽ ചോദ്യങ്ങൾ സാധാരണഗതിയിൽ എങ്ങനെയാ ചെയ്യുക. സോ അങ്ങനെയെങ്കിൽ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സെയിം റിമൈൻഡേഴ്സ് വരുന്ന കേസിൽ ഓപ്ഷൻ സോൾവ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇനിയും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് കണ്ടു നോക്കുക. പ്രൈം ഫാക്ടറൈസേഷൻ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നോക്കുക, മനസ്സിലാകുന്നുണ്ടാവും. സോ അങ്ങനെയെങ്കിൽ നമുക്കിനി വ്യത്യസ്ത റിമൈൻഡർ വരുന്ന കേസിൽ ഈ ഓപ്ഷൻ സോൾവ് എങ്ങനെ വർക്ക് ആവുമെന്ന് നോക്കണ്ടേ. അതിലേക്ക് പോവാം. 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടങ്ങൾ യഥാക്രമം 1, 2, 3 ലഭിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ. നേരത്തെ കണ്ട ചോദ്യരൂപങ്ങളുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ നമുക്ക് റിമൈൻഡേഴ്സ് ഡിഫറെന്റ് ആണല്ലേ. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ലഭിക്കണം, 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2, 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3. അങ്ങനത്തെ ഏറ്റവും ചെറിയ സംഖ്യ. സോ ഇതിന്റെ ആശയങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. സോ പൊതു ആയിട്ടുള്ള ഗുണിതം എന്ന് പറഞ്ഞാൽ LCM ആണ്. ആ LCMത്തിനേക്കാൾ കുറവായിരിക്കും നമുക്ക് ഇതുപോലെ വ്യത്യസ്ത ശിഷ്ടങ്ങൾ കിട്ടുമ്പോൾ ഉള്ള കേസിൽ നിന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് റിമൈൻഡേഴ്സ് വരുന്ന കേസിൽ LCMത്തിനേക്കാൾ കുറവായ സംഖ്യ ആയിരിക്കും. സോ LCM തന്നെയാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിൽ ഉണ്ടാവേണ്ടത്. 4 1 തമ്മിലുള്ള വ്യത്യാസം, ഹാരകവും അതിന്റെ കറസ്പോണ്ടിങ് ശിഷ്ടം ആയ 1 തമ്മിലുള്ള വ്യത്യാസത്തിന് 3 ആണ്. 5 2 തമ്മിലുള്ള വ്യത്യാസം 3, 6 3 തമ്മിലുള്ള വ്യത്യാസം 3. സോ നമ്മുടെ ഡിവൈസർ അഥവാ ഹാരകവും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ശിഷ്ടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ 3 കോമൺ ആയിട്ട് കിട്ടി. സോ LCM കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യും? LCMത്തിനേക്കാൾ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞില്ല, അപ്പൊ LCMത്തിന് ഇത് കുറയ്ക്കണം. സോ അതിന്റെ അർത്ഥം ഓപ്ഷനിൽ കിടക്കുന്നത് LCMത്തിൽ നിന്ന് ഈ 3 കുറച്ച സംഖ്യ. സോ ഇവിടുത്തെ കേസ് എന്ത് ചെയ്തു? ഡിഫറെന്റ് റിമൈൻഡർ ആണെങ്കിൽ കുറയ്ക്കണം എന്നൊക്കെ കാണാതെ പഠിച്ചു വെക്കുന്ന ഒരു കുഴപ്പമില്ല, പക്ഷെ ആശയം കൂടി മനസ്സിലുണ്ടായ നല്ലത്. സോ ഓപ്ഷൻസിൽ കിടക്കുന്നത് LCMത്തിൽ നിന്ന് 3 കുറച്ച സംഖ്യ. അതിന്റെ അർത്ഥം ഇതെടുത്ത് ഇങ്ങോട്ട് കൂട്ടിയാൽ നമുക്ക് LCM ആണ് വരേണ്ടത്. 63, 57, 60, 66. 63, 57, 60, 66 ഇതിൽ ഏതോ ആണ് നമ്മുടെ LCM. അതിന് ഈസി ആയിട്ട് പറയാൻ പറ്റത്തില്ലേ. എന്തായാലും 5ന്റെ മൾട്ടിപ്പിൾ വരുന്നതുകൊണ്ട് തന്നെ 0 അല്ലെങ്കിൽ 5 യൂണിറ്റ് പ്ലേസ് വേണം. ഇതാണ് LCM. LCM കണ്ടെത്താവും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതാണ് LCM എങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഓപ്ഷൻ ഏതാ? C 57 ആണ് ആൻസർ. സി ഓപ്ഷൻ സോൾവിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. 99% കേസിലും നമുക്ക് ഇതുപോലത്തെ ചോദ്യങ്ങളിൽ ഓപ്ഷൻ സോൾവിംഗ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം ഒരു ഓപ്ഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉണ്ടാവുള്ളൂ. 99% കേസും 1% അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയും നമുക്ക് ഓപ്ഷൻ സോൾവിങ്ങിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കണം. കാരണം 2 ഓപ്ഷൻ വന്നാലും നമുക്ക് ഡിവിസിബിലിറ്റി റൂൾസ് ഒക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ സോൾവ് ചെയ്യുമ്പോൾ രീതി മാത്രം മനസ്സിലാക്കിയാൽ മതി. LCM ഒന്നും നമ്മൾ കണ്ടെത്താൻ പോകുന്നില്ല. ഡിവിസിബിലിറ്റി റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓപ്ഷൻ സോൾവിങ് ചെയ്യുന്നത്. നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. സോ ശ്രദ്ധയോടെ അത് ഒന്നുകൂടി കാണുക, മനസ്സിലായിട്ടില്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും ആദ്യമേ ബേസിക് മനസ്സിലാക്കുക. ബേസിക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻ സോൾവിങ്ങിൽ പോകാവുള്ളൂ. ഓപ്ഷൻ സോൾവിങ് ചെയ്ത കുറേ സമയം നമുക്ക് LCM HCF ക്വസ്റ്റ്യൻസിൽ ലാഭിക്കാൻ സാധിക്കുന്നുണ്ടാവും. വ്യത്യസ്ത ശിഷ്ടങ്ങൾ വരുന്ന കേസിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻ സോൾവിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 10, 12, 15 എന്നീ നമ്പേഴ്സ് കൊണ്ട് സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടങ്ങൾ യഥാക്രമം 3, 5, 8 ലഭിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ. സോ ഏറ്റവും ചെറിയ സംഖ്യ വേണ്ടത് പൊതുഗുണിതം കണ്ടെത്തുന്നു. അതിനേക്കാൾ ചെറിയ സംഖ്യ എന്ന് വെച്ചാൽ പൊതുഗുണത്തിൽ നിന്ന് ഈ വ്യത്യാസം, പൊതുവായിട്ട് വരുന്ന വ്യത്യാസം 10 - 3 7, 12 - 5 7, 15 - 8 7. സോ 7 എന്ന് പറയുന്ന നമ്പർ കുറച്ചിട്ട് ഉള്ളതാണ് ഈ ഓപ്ഷൻസ്.
LCMത്തിൽ നിന്ന് 7 കുറച്ചിട്ടുള്ള ഓപ്ഷൻ. സോ നമ്മുടെ LCMത്തിലേക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ അങ്ങ് 7 കൂട്ടണം. 67, 64, 60, 74. ഇനിയിപ്പോ ഈസി ആയിട്ട് ആൻസർ പറയാൻ പറ്റും. 10ഉം 12ഉം 15ഉം ആണ്. ഏതാ LCM? LCM ഈസി ആയിട്ട് പറയാൻ പറ്റും 60. കണ്ടെത്താവൊന്നും പോകേണ്ട ആവശ്യമില്ല, കാരണം 0 എന്തായാലും ലാസ്റ്റ് വരുന്നുണ്ട്, കാരണം 10ന്റെ മൾട്ടിപ്പിൾസ് വരുന്നുണ്ട്. സോ അങ്ങനെയെങ്കിൽ കറസ്പോണ്ടിങ് ഓപ്ഷൻ സി ആണ് ആൻസർ 53. സോ ഓപ്ഷൻ സോൾവിങ്സിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആശയം മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനായിട്ടുള്ള രീതികളൊന്ന് പരിശ്രമിച്ചാൽ ഈസി ആയിട്ട് ഓപ്ഷൻ സോൾവിങ് ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ സോൾവിങ്ങിന്റെ ബ്യൂട്ടി മനസ്സിലാവണമെങ്കിൽ ഇപ്പൊ കാണുമ്പോൾ ചോദ്യം നോക്കുക, ശ്രദ്ധിച്ച് കേട്ടോളുക. 10, 12, 15 നേരത്തുള്ള നമ്പേഴ്സ് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടങ്ങൾ യഥാക്രമം 3, 5, 8 ലഭിക്കുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. സോ ഇവിടെ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ അല്ല വേണ്ടത്, പക്ഷെ 3 അക്കങ്ങളുള്ള സംഖ്യയിൽ ഏറ്റവും വലുത്. ശിഷ്ടങ്ങൾ വ്യത്യസ്തമായും കിട്ടണം. സോ ഇവിടെ സാധാരണ രീതിയിൽ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ അത് ടൈം കൺസ്യൂമിങ് ആണ്. ഇതുപോലത്തെ മോഡൽസ് അഥവാ വന്നാൽ സാധ്യത കുറവാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ PSCയിൽ ഈ പറയുന്ന +2 ഡിഗ്രി ലെവൽ എക്സാംസിലൊക്കെ സാധാരണ ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ലെവൽസിലും പ്രതീക്ഷിക്കാവുന്നതാണല്ലോ. സോ അങ്ങനെയെങ്കിൽ ഇവിടെ ഓപ്ഷൻ സോൾവ് ഇങ്ങനെ ചെയ്യുന്ന മനസ്സിലാക്കിയാൽ അതിനേക്കാൾ ബെസ്റ്റ് ആയ രീതി വേറെ ഉണ്ടാവാൻ നിലവിൽ സാധ്യതയില്ല. സോ ഓപ്ഷൻ സോൾവ് ചെയ്യാൻ എന്താ നമുക്ക് വേണ്ടത്? ആദ്യമേ ആശയം വേണം അല്ലേ? ആശയം എന്താണ്? LCM കണ്ടെത്തുന്നു, അവിടെ നിന്ന് ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 7 അല്ലേ? 10 - 3 7, 12 - 5 7, 15 - 6 7. ആ 7 കുറയ്ക്കുന്നു. LCMത്തിൽ നിന്ന് 7 കുറയ്ക്കുന്നതാണ് നമ്മുടെ ആൻസർ എന്നറിയാം. ഇവിടെ നമുക്ക് LCM അല്ല വേണ്ടേ, പക്ഷെ ഒരു പൊതുഗുണിത വേണ്ടല്ലേ? LCM എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ പൊതുഗുണിതം. അത് കൂടാണ്ടും പൊതുഗുണിതങ്ങൾ ഉണ്ടെന്ന് അറിയാലോ. സോ അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ കിടക്കുന്നത് ആ പൊതുഗുണിതത്തിൽ നിന്ന് 7 കുറച്ച നമ്പർ. പൊതുഗുണിതത്തിൽ നിന്ന് 7 കുറച്ച നമ്പർ. സോ അങ്ങനെയെങ്കിൽ ആക്ച്വലി പൊതുഗുണിതം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ 7 കൂട്ടണം അല്ലേ? സോ ഇത് 974 വരും. ഇതിന്റെ കേസിൽ 960 വരും. ഇവിടെ 1000 വരും. ഇവിടെ 990 വരും. ഇനി ഇതിൽ ഏത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്നായിരിക്കും. കാരണം LCM കണ്ടെത്തിയിട്ട് കാര്യമില്ല, അതിന്റെയും പൊതുഗുണിതങ്ങൾ എടുത്തു പോകണം. അവിടെ ഈസിയാണ്. ഇവിടെയാണ് ഓപ്ഷൻ സോൾവിങ്ങിന്റെ ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ 10, 12, 15 ഈ ഓപ്ഷൻ എന്തായാലും പോയി. കാര്യം എന്താ? 10, 12, 15 വരുമ്പോൾ തീർച്ചയായും 0 ലാസ്റ്റിൽ ഉണ്ടാവും. അപ്പൊ 3 ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഇനി അവിടെ 12ഉം 15ഉം ശ്രദ്ധിച്ചാൽ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റും. 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? ഓക്കെ. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് പോയി. നെക്സ്റ്റ് പിന്നെ ഉള്ളത് 2 ഓപ്ഷൻസ് ഉണ്ടല്ലേ, ഇതും ഉണ്ട്. 3യുടെ മൾട്ടിപ്പിൾ ആണ്. അവിടെയാണ് 12ല് 4ന്റെ മൾട്ടിപ്പിൾ ഉണ്ടെന്ന് പറയാം. 4 3s are 12. ഇതും പോയി. കുറെ ചെക്ക് ചെയ്യേണ്ടി വന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ 3 4 ഒക്കെ ചെക്ക് ചെയ്യേണ്ടി വന്നാലും ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും സാധാരണ ചെയ്യുന്ന മെത്തേഡിനേക്കാൾ ഏറ്റവും എളുപ്പത്തിൽ ആൻസർ കിട്ടാൻ ഇത് തന്നെയാണ് മാർഗം നിലവിൽ. സോ 960 ആണ് പൊതു ഗുണിതമായിട്ട് വരാൻ പോകുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ഓപ്ഷനായ ഓപ്ഷൻ ബി 953 ആണ് ആൻസർ. സോ ചെയ്തെന്തെന്ന് മനസ്സിലായല്ലോ. ഈ മോഡൽ ചോദ്യങ്ങൾ വന്നാൽ ഏറ്റവും ഈസി ഇപ്പൊ പറഞ്ഞ ഓപ്ഷൻ സോൾവിംഗ് ആണ്. ആശയം മനസ്സിലുണ്ടാവണമെന്നേ ഉള്ളൂ. വ്യത്യസ്ത റിമൈൻഡേഴ്സ് വന്നു, എന്ത് ചെയ്യണം? ഈ പറയുന്ന ഡിവൈസറും റിമൈൻഡറും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു. ആ ഡിഫറൻസ് LCMത്തിൽ നിന്ന് കുറയ്ക്കുന്നു. LCMത്തിനേക്കാൾ ചെറിയ സംഖ്യയായിരിക്കും ആൻസർ. വ്യത്യസ്ത റിമൈൻഡേഴ്സ് വരുമ്പോൾ LCMത്തിനേക്കാൾ ചെറിയ സംഖ്യയായിരിക്കും ആൻസർ. വ്യത്യസ്ത റിമൈൻഡേഴ്സ് വരുമ്പോൾ സെയിം റിമൈൻഡർ കേസ് എന്ന് വെച്ചാൽ പൊതുവായ ശിഷ്ടം വരുന്ന കേസിലാണ് LCM എടുത്തിട്ട് ആ ശിഷ്ടം നേരെ എടുത്ത് കൂട്ടുന്നത്. ആ 2 ആശയങ്ങൾ മനസ്സിരുന്നാൽ മതി. വേറെ ഏതൊക്കെ രീതി ചോദിച്ചാലും ആൻസർ ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ സോൾവിംഗ് ആണ് അവിടെ നല്ല രീതി എന്ന് തന്നെ ഇപ്പോഴും പറയുന്നു. അതിൽ ഇതുപോലത്തെ ചോദ്യരൂപങ്ങൾ വന്നാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സോൾവിംഗ് ആണ്. ഇത് ട്രഡീഷണൽ മെത്തേഡ് അല്ലെങ്കിൽ സാധാരണ ചെയ്യണമെങ്കിൽ LCM കണ്ടെത്തണം. ഇപ്പൊ ഇതിന്റെ LCM നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുള്ളതാണ്. 10, 12, 15 അല്ലേ? എത്രയാണ്? 60 വരും. സോ പിന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചടങ്ങ് അധികം ഉണ്ട്. നമ്മൾ ഒന്നെങ്കിൽ 1000 അല്ലെങ്കിൽ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ നമുക്കറിയാം 999. ഇതിനെ 60 കൊണ്ട് ഹരിക്കുക. 60 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കിട്ടുന്നുണ്ടോ നോക്കുക. ശിഷ്ടം കിട്ടുന്നുണ്ടെങ്കിൽ ശിഷ്ടം ഈ കിട്ടിയ 999 കുറയ്ക്കണം. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് 960 കിട്ടും. അപ്പോഴാണ് നമുക്കൊരു ഏറ്റവും വലിയ മൂന്നക്ക പൊതുഗുണിതം കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ 7 കുറയ്ക്കും. ഒന്നുകൂടി പറഞ്ഞാൽ ഇതൊന്ന് നമുക്ക് ഹരിച്ചു നോക്കാം. 60 ഒരു വട്ടം പോവും. 9
9 പോയാൽ 39, 399, വീണ്ടും 6 വട്ടം പോകും. സോ നമുക്ക് വരാൻ പോകുന്നത് 360. ശിഷ്ടം 39 വരും. 39 ശിഷ്ടം വന്നു. സോ ഇനി എന്ത് ചെയ്യണം? ഈ ശിഷ്ടം ഇവിടെ നിന്നെടുത്ത് കുറയ്ക്കുക. കുറച്ച് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു പൊതുഗുണിത. ഇതിന് 39 കുറച്ചാൽ 960 കിട്ടും. സോ പൊതുഗുണിതം കിട്ടി. പിന്നെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് പിന്നെ 7 കുറയ്ക്കണം. അപ്പോഴേ ആൻസർ ആകും. സോ ഈ ഒരു ഹരണം ചെയ്യാൻ നമ്മൾ പോകണം. പക്ഷെ ഓപ്ഷൻ സോൾവിങ് അറിയാമെങ്കിൽ ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ പറഞ്ഞ രീതി മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, വിട്ടേക്കുക. അത് നമുക്ക് പിന്നീട് വേറെ സെഷൻസ് വരുമ്പോൾ കാണുന്നുണ്ടാവും. മീൻസ് വേറെ എക്സാം ലെവലിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ടാവും ആ മെത്തേഡ്സ് ഒക്കെ. ഇപ്പോൾ ഈ മോഡൽ ചോദ്യം ഓപ്ഷൻ സോൾവിങ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി.